Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്തു അൽ-അൻആമിലെ 91-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി إذ قالوا ما أنزل الله على بشر من شيء قل من أنزل الكتاب الذي جاء به موسى نورا وهدى للناس تجعلونه قراطيس تبدونها وتخفون كثيرا وعلمتم ما لم تعلموا أنتم ولا آباؤكم قل الله ثم ذرهم في خوضهم يلعبون. വമാ ഖദറുല്ലാഹ, അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയില്ല. ഹഖ്ഖ ഖദ്രിഹി, മനസ്സിലാക്കേണ്ട വിധം, അല്ലെങ്കിൽ അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം അവർ കണക്കാക്കിയില്ല. ഇത് ഖാലു, അവർ പറഞ്ഞ സന്ദർഭത്തിൽ, മാ അൻസലല്ലാഹു, അള്ളാഹു ഇറക്കിയിട്ടില്ല, അലാ ബശരിൻ, ഒരു മനുഷ്യനും, മിൻ ഷൈഇൻ, യാതൊന്നും, അള്ളാഹു ഒരു മനുഷ്യനും യാതൊന്നും ഇറക്കിയിട്ടില്ലെന്നവർ പറയുമ്പോൾ അവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം കണക്കാക്കിയിട്ടില്ല, അള്ളാഹുവിനെ ആദരിക്കേണ്ട വിധം അവർ ആദരിച്ചിട്ടില്ല, പരിഗണിക്കേണ്ട വിധം പരിഗണിച്ചിട്ടില്ല എന്നൊക്കെയാണ് മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി. ഖുൽ, അങ്ങ് ചോദിക്കുക നബിയെ, മൻ, ആരാണ്, അൻസലൽ കിതാബ, വേദത്തെ ഇറക്കിയത്, അല്ലദീ ജാഅ ബിഹി മൂസ, മൂസ കൊണ്ടുവന്ന വേദത്തെ ആരാണ് പിന്നെ ഇറക്കിയത്? നൂറൻ, അത് വെളിച്ചമായിട്ടാണ്, വഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് വഴികാട്ടിയായും വെളിച്ചമായും മൂസാ പ്രവാചകൻ കൊണ്ടുവന്ന വേദം അത് അവതരിപ്പിച്ചവൻ ആരാണ്? തജ്അലൂനഹു ഖറാത്തീസ, നിങ്ങൾ അതിനെ ഏടുകളാക്കി, തുബ്ദൂനഹ, നിങ്ങൾ അതിനെ വെളിപ്പെടുത്തി, തുഖ്ഫൂന കസീറ, അതിലധിക ഭാഗവും നിങ്ങൾ മറച്ചു വച്ചിരിക്കുകയാണ്, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. വഉല്ലിംതും, നിങ്ങൾ പഠിപ്പിക്കപ്പെടുകയും ചെയ്തു, മാ ലം തഅലമൂ, നിങ്ങൾക്കറിയാത്തത്, അൻതും, നിങ്ങൾക്കും, വലാ ആബാഉക്കും, നിങ്ങളുടെ പൂർവികർക്കും അറിയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഖുലില്ലാഹ്, ഖുൽ, താങ്കൾ പറയുക, അള്ളാഹു ആണെന്ന് പറയുക, അള്ളാഹു ആണ് മൂസാ പ്രവാചകൻ ഇറക്കിയ വേദം ഇറക്കിയത് എന്ന് താങ്കൾ തന്നെ പറയുക. സുമ്മ, പിന്നെ, ദർഹും, അവരെ വിടുക, അലാ ഫി ഖൗലിഹിം, അവരുടെ വിദണ്ഡ വർത്തമാനത്തിൽ, അവരുടെ വെറും വർത്തമാനത്തിൽ അവരെ വിട്ടേക്ക്. യൽഅബൂൻ, അവർ കളിക്കട്ടെ, അവർ വെറും വർത്തമാനത്തിൽ വിനോദിക്കട്ടെ, കളിക്കട്ടെ എന്നോട് അർത്ഥം പറയാം. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ അവർ മനസ്സിലാക്കിയില്ല. ഇത് ഖാലു, അവർ പറഞ്ഞ സന്ദർഭത്തിൽ, മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈ, അള്ളാഹു ഒരു മനുഷ്യനും യാതൊന്നും ഇറക്കിയിട്ടില്ലെന്ന്. ഖുൽ, നബിയെ, അങ്ങ് ചോദിക്കുക, മൻ അൻസലൽ കിതാബ് അല്ലദീ ജാഅ ബിഹി മൂസ, പിന്നെ മൂസാ പ്രവാചകൻ കൊണ്ടുവന്ന വേദം ഇറക്കിയവൻ ആരാണ്? നൂറൻ വ ഹുദൽ ലിന്നാസ്, അത് ജനങ്ങൾക്ക് നൂറും ഹുദയും വെളിച്ചവും മാർഗദർശനവുമാണ്.
ലിന്നാസ് ജനങ്ങൾക്ക്. ആ വേദം ആരാണ് പിന്നെ ഇറക്കിയത്? തജ്അലൂനഹു ഖറാത്തീസ, നിങ്ങൾ അതിനെ ഏടുകളാക്കുന്നു. തുബ്ദൂനഹ വതുഖ്ഫൂന കസീറ, നിങ്ങൾ ആ വേദത്തിലെ ചില ഭാഗങ്ങളൊക്കെ വെളിപ്പെടുത്തി അധിക ഭാഗങ്ങളും ഒളിപ്പിച്ച് വെച്ചു, മൂടി വെച്ചു, മറച്ചു വെച്ചു. തുഖ്ഫൂന കസീറ, അതിലധിക ഭാഗങ്ങളും നിങ്ങൾ മറച്ചു വെക്കുകയാണ് ഉണ്ടായത്. വഉല്ലിംതും മാ ലം തഅലമു അൻതും വലാ ആബാഉക്കും, നിങ്ങൾക്കോ നിങ്ങളുടെ പൂർവ്വ പിതാക്കൾക്കോ അറിയാതിരുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കപ്പെടുകയും ചെയ്തു. ഖുലില്ലാഹ്, അല്ലാഹു ആണെന്ന് പറയുക. നേരത്തെയുള്ള ചോദ്യത്തിനാണ് മൻ അൻസലൽ കിതാബ്, ആരാണ് വേദം ഇറക്കിയത്? അതിന് മറുപടിയാണ് ഖുലില്ലാഹ്, അല്ലാഹു ആണ് ഇറക്കിയതെന്ന് പറയുക. സുമ്മദർഹും, പിന്നെ അവരുടെ നിഷേധത്തിൽ, അവരുടെ ഇത്തരത്തിലുള്ള അള്ളാഹു യാതൊന്നും ഇറക്കിയിട്ടില്ലെന്ന വാദത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവരെ വിട്ടേക്ക്. ഫി ഖൗലിഹിം, അവരുടെ വിദണ്ഡ വർത്തമാനത്തിൽ, അല്ലെങ്കിൽ അവരുടെ സൂക്ഷ്മതയില്ലാത്ത വർത്തമാനത്തിൽ, അവരുടെ വെറും വർത്തമാനത്തിൽ. നമ്മൾ പഠിച്ച വാക്കാണ് 68-ാമത്തെ വചനത്തിൽ. യൽഅബൂൻ, അവർ കളിക്കട്ടെ, അവർ വിനോദിക്കട്ടെ. അവരുടെ വെറും വർത്തമാനത്തിൽ, അവരുടെ വിദണ്ഡവാദങ്ങളിൽ അവർ വിഹരിച്ചു കൊള്ളട്ടെ, അവർ വിനോദിച്ചു കൊള്ളട്ടെ. മാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, ഇത് സൂറത്തു ഹജ്ജിലും ഇതേ പ്രയോഗം വരുന്നുണ്ട്, സൂറത്ത് സുമറിലും വരുന്നുണ്ട്. അവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയില്ല, അള്ളാഹുവിനെ വകവെച്ച് കൊടുക്കേണ്ട സ്ഥാനം അവർ വകവെച്ച് കൊടുത്തില്ല, അള്ളാഹുവിനെ പരിഗണിക്കേണ്ട വിധം അവർ പരിഗണിച്ചില്ല, അള്ളാഹുവിനെ ആദരിക്കേണ്ട വിധം ആദരിച്ചില്ല എന്നൊക്കെ അതിനർത്ഥം. ഖദർ അതിനർത്ഥം വിധി, ശക്തി, കഴിവ്, അളവ് എന്നൊക്കെ പറയും. ഇതൊക്കെ അള്ളാഹുവിനെ അങ്ങനെയുണ്ടല്ലോ, ആളുകളെ അളക്കുക എന്നറിയില്ല നമ്മൾ. അള്ളാഹുവിനെ അളക്കേണ്ട വിധം അവർ അളന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ അതിൻ്റെ കാര്യം. അള്ളാഹുവിനെ പരിഗണിക്കേണ്ട വിധം പരിഗണിച്ചില്ല എന്ന് തന്നെയാണ്. അള്ളാഹുവിന് നൽകേണ്ട സ്ഥാനം, അവന് നൽകേണ്ട അവൻ്റെ ആദരവ്, അതൊന്നും അവർ നൽകിയിട്ടില്ല എന്ന്. അപ്പോൾ വിലയിരുത്തിയില്ല, പരിഗണിച്ചില്ല, അവർ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെയാണ് മാ ഖദറുല്ലാഹ ഹഖ ഖദ്രി. ഉദാഹരണമായിട്ട് അള്ളാഹു ഏകനാണ്, അള്ളാഹു ഏകനാണ്, അള്ളാഹു സർവാധിപനാണ്, അവൻ സ്വേച്ഛാധിപതിയാണ്, അവൻ സർവാധിപതിയാണ്, അവൻ സർവശക്തനാണ് എന്നിത്യാദി അള്ളാഹുവിൻ്റെ ഗംഭീരങ്ങളായ അതിവിശിഷ്ടങ്ങളായ ഗുണങ്ങളെ മനസ്സിലാക്കുന്നിടത്ത് അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ ആധിപത്യം, സകലത്തിനെയും അടക്കി ഭരിക്കുന്ന, സകലത്തിനെയും സംരക്ഷിക്കുന്നവനാണവൻ എന്ന് തുടങ്ങി അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിലൂടെയും പ്രവാചകൻ ഹദീസിലൂടെയും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഗുണങ്ങളും നന്മകളും മഹത്വങ്ങളും വലുപ്പവും അവൻ്റെ ആദരവും അതൊന്നും അവർ പരിഗണിച്ചതേയില്ല. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഈ അറബികളാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിസംബോധിതർ. ജൂതന്മാരാവട്ടെ അവർ വേദത്തിൻ്റെ ആളുകളാണ് താനും, കുറച്ച് ക്രൈസ്തവരും. അപ്പം അറബികൾക്ക് സ്വാഭാവികമായും വേദത്തെ സംബന്ധിച്ചും പ്രവാചകനെ സംബന്ധിച്ചുമൊക്കെ ചില ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ചില വിശദാംശങ്ങൾ അറിയേണ്ടതൊക്കെ ഉണ്ടാകും. അത് ആരോടാ ചോദിക്കുക? മുമ്പ് ഞങ്ങൾ വേദത്തിൻ്റെ ആളുകളാണെന്ന് പറയുന്നത് അഹ്ലു കിതാബിനോടാണ് ചോദിക്കുക. അഹ്ലു കിതാബിനോടല്ല ചോദിക്കുക. അവർ വേദത്തിൻ്റെ ആളുകളാണ്, അവർ പ്രവാചകൻ്റെ ആളുകളാണ്, ഞങ്ങൾ പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്, വിചാരണ രക്ഷാശിക്ഷകൾ വിശ്വസിക്കുന്നവരാണ് എന്നിത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തൗറാത്തോ അല്ലെങ്കിൽ ഇഞ്ചീലോ ഒക്കെ പ്രചരിപ്പിക്കുന്ന, അതാണ് ഞങ്ങളുടെ വേദം എന്ന് പറയുന്ന ആൾക്കാരോട് ചോദിക്കുക. അല്ല, മുഹമ്മദ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെയാണ് പറയുന്നത്, അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് പറയുന്നു, മൂസാ പ്രവാചകനെ പോലെ. നിങ്ങൾക്ക് തൗറാത്ത്, മൂസാ പ്രവാചകന് തൗറാത്ത് അവതരിപ്പിച്ച് കിട്ടിയതുപോലെ അദ്ദേഹത്തിന് ഖുർആൻ അവതരിപ്പിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് എന്താ? അതിൻ്റെയൊക്കെ ഒരു നിജസ്ഥിതി എന്താ? നിങ്ങൾക്ക് അറിയണ കൂട്ടരാണല്ലോ. എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി? അങ്ങനെ ഉണ്ടോ? അങ്ങനെ അള്ളാഹു പ്രവാചകനെ നിയോഗിക്കുമോ? അള്ളാഹു പ്രവാചകന് വേദഗ്രന്ഥം നൽകുമോ? ദിവ്യബോധനം നൽകുമോ? എന്നിത്യാദി കാര്യങ്ങളൊക്കെ വേദക്കാരിലെ പ്രമാണിമാരോടും പണ്ഡിതന്മാരോടും സാധാരണക്കാരായ അറബികൾ അന്വേഷിച്ചു.
അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്ത്? ഏയ് അള്ളാഹ് അങ്ങനെ ആർക്കൊന്നും ഇറക്കൊന്നുമില്ല, അങ്ങനത്തെ പരിപാടിയൊന്നും അള്ളാഹിൻ്റെ അടുത്ത് ഇല്ല. ഇതായിരുന്നു അവരുടെ മറുപടി. എന്താണ് അവരങ്ങനെ പറയാനുള്ള കാരണം? അങ്ങനെ അള്ളാഹു ഒരു മനുഷ്യനെയും പ്രവാചകനായി നിയോഗിക്കുകയോ വേദം അയക്കുകയോ ചെയ്യില്ല. എന്താ പറയാനുള്ള കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അസൂയാന്നോ അല്ലെങ്കിൽ അവരുടെ അഹങ്കാരം എന്നോ വെറുപ്പൊക്കെ, അല്ലാതെ സംഗതികൾക്ക് അറിയായിട്ടൊന്നുമല്ല, അവർക്ക് അറിയാഞ്ഞിട്ടല്ല. അപ്പോൾ അവർ ആ പ്രവാചകത്വ ലബ്ധിയെ, വേദാവതരണത്തെ നിഷേധിക്കുന്നത് ഈ അറബികൾ വേദത്തിലൊന്നും വിശ്വസിച്ചില്ലെങ്കിലും വേണ്ടില്ല, മുഹമ്മദിനെ അംഗീകരിക്കാൻ പാടില്ല, അത് അവർക്ക് നഷ്ടമായാലും ശരി. അപ്പോൾ ഇങ്ങനെയുള്ള കള്ളത്തരമായിരുന്നു ജൂത പ്രമാണിമാരിൽ നിന്ന്, ജൂത പണ്ഡിതന്മാരിൽ നിന്ന് അറബികൾക്ക് കേൾക്കേണ്ടി വന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് അല്ലാഹു തആല ആയത്തിറക്കി. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ ജൂതന്മാർ അള്ളാഹുവിനെ പരിഗണിക്കേണ്ട വിധം പരിഗണിച്ചില്ല, അറബികളും പരിഗണിച്ചില്ല. അള്ളാഹുവിനെ ആദരിക്കേണ്ട വിധം ആദരിച്ചില്ല, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം അവർ മനസ്സിലാക്കിയില്ല, അള്ളാഹുവിന് വകവെച്ച് കൊടുക്കേണ്ട സ്ഥാനം അവർ വകവെച്ച് കൊടുത്തിട്ടില്ല. അള്ളാഹു എന്ന് പറയുന്നത് അവരുടെ പിതാവാണ്, ഞങ്ങൾ അവൻ്റെ പുത്രന്മാരാണ് തുടങ്ങിയ വാദങ്ങൾ. അപ്പോൾ ഞങ്ങൾ അള്ളാഹിൻ്റെ മക്കളാകുമ്പോൾ ഞങ്ങൾ എന്ത് ഗുരുത്തക്കേട് കാട്ടിയാലും അള്ളാഹ് നമ്മളെ ശിക്ഷിക്കൂല. ഇതിൽ നിന്ന് ഈ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇതാണ് അല്ലാഹു തആല ഇടപെട്ടുകൊണ്ട് പറയുന്നത്. ഈ കൂട്ടരൊന്നും അതേമാതിരി തന്നെ അറബികളും അവർ ഒരു പരമേശ്വരനുണ്ടെന്ന് പറയുമെങ്കിലും അവരാ പരമേശ്വരൻ്റെ സഹായികളായി ഒരുപാട് ദൈവങ്ങളെ വരിച്ചിരിക്കുകയാണ്, അള്ളാഹുവിനെ അവഗണിക്കുകയാണ്. ഇതാണ് വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം അവർ കണക്കാക്കിയില്ല, മനസ്സിലാക്കേണ്ട വിധം അവർ മനസ്സിലാക്കിയിട്ടില്ല. ഇത് ഖാലു, അവർ പറഞ്ഞല്ലോ, മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈ, അള്ളാഹു ഒരു മനുഷ്യനും യാതൊന്നും ഇറക്കിയിട്ടില്ലെന്നേ. ഇതാര് പറഞ്ഞതാ? ജൂതന്മാരും ക്രിസ്ത്യാനികളും അറബികളോട് പറഞ്ഞതാ, മുഹമ്മദ് നബിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്. മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈ, ഒരു മനുഷ്യരും അള്ളാഹു ഒന്നും ഇറക്കി കൊടുത്തിട്ടില്ല. കുൽ, അപ്പോൾ നബിയോട് ചോദിക്കാൻ വേണ്ടി പറയാം. അപ്പം പിന്നെ മൂസാ പ്രവാചകന് വേദം ഇറക്കി കൊടുത്തത് ആരാ? അതൊരു പറയുന്നുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. അത് നിഷേധിക്കുന്ന വിധത്തിലാണ് പിന്നെ വല്ല മറുപടി ഉണ്ടാവണത്. എന്തിനാ? അത് മുഹമ്മദ് നബിയോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുക. അപ്പോൾ സത്ഫലത്തിൽ അവരുടെ പ്രവാചകനെ തന്നെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അതാണ് അള്ളാഹ് ചോദിക്കാൻ പറഞ്ഞത്. കുൽ, നബി അങ്ങ് ചോദിച്ചു നോക്ക്, മൻ അൻസലൽ കിതാബ് അല്ലദി ജാഅ ബിഹി മൂസാ പ്രവാചകൻ കൊണ്ടുവന്ന വേദം ആരാണ് ഇറക്കിയത്? അതവർ പറഞ്ഞ അള്ളാഹുവിൻ്റെ ആണെന്നാ. നൂറൻ, അത് വെളിച്ചമാണ്, ഹുദൻ വഴികാട്ടിയുമാണ്, ലിന്നാസ് ജനങ്ങൾക്ക്, അന്ന് ജനങ്ങൾക്ക് അതാണ്. പിന്നെ ഖുർആനാണ് നൂറും ഹുദയും. തജ്അലൂനഹു ഖറാത്തീസ, നിങ്ങളതിനെ ഏടുകളാക്കി, നിങ്ങളതിനെ തുണ്ടങ്ങളാക്കി, നിങ്ങളതിനെ കടലാസുകളാക്കി. കിർത്താസ് പറഞ്ഞാൽ കടലാസ്, ഏട്, തുണ്ടം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ നിങ്ങളതിനെ ഏടുകളാക്കി മാറ്റി, അല്ലെങ്കിൽ ഓലകളാക്കി മാറ്റി, അല്ലെങ്കിൽ ഏടുകളാക്കി മാറ്റി, തുണ്ടുകടലാസുകളാക്കി മാറ്റി. എന്ന് വെച്ചാൽ വേദത്തിന് കൊടുക്കേണ്ട ഒരു പരിഗണനയല്ല നിങ്ങൾ കൊടുത്തത്. നിങ്ങളതിനെ കുറേ കടലാസുകളായിട്ടല്ല, അന്നത്തെ എഴുത്ത് രൂപം അത് ഓലകളാവാം, അങ്ങനെ നിങ്ങളതിനെ കടലാസാക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഏടുകളാക്കുകയാണ് ചെയ്തത്. തുബ്ദൂനഹ, നിങ്ങൾ കുറച്ചൊക്കെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അബ്ദായുബുദി തന്നെ വെളിപ്പെടുത്തിയെന്ന തുബ്ദൂനഹ, നിങ്ങളതിനെ വെളിപ്പെടുത്തുന്നു. തുഖ്ഫുന കസീറ, അതിലെ ഭൂരിഭാഗവും നിങ്ങൾ മറച്ചു വെക്കുകയാണ് ചെയ്തത്. നമ്മളെ പുരോഹിതന്മാരെ പോലെ, നമ്മളെ പണ്ഡിതന്മാരെ പോലെ. ഖുർആനിലെ ആദ്യം മുതൽ അവസാനം വരെ ജനങ്ങൾക്കുള്ളതല്ല. അതിന് ഒന്ന് ഹുദല്ലിന്നാസ്ന, എന്നിട്ട് അതിലെല്ലാവർക്കും അവനാന് താല്പര്യമുള്ള കുറേ ആയത്തുകളായിട്ട് ഇങ്ങനെ കെട്ടിച്ചുറ്റുകയാണ്. റബീഉൽ അവ്വൽ മാസം വന്നാൽ കുറച്ച് ആയത്ത്, റമളാൻ മാസം വന്നാൽ ചില ആയത്ത്, അവനാൻ്റെ പാർട്ടിക്ക് വേണ്ടിയ കുറച്ച് ആയത്ത്. അല്ലാതെ ഖുർആൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആസകലമുള്ള, ഇതിലെ സൂറത്തു ഫാത്തിഹ മുതൽക്ക് സൂറത്തു നാസ് വരെയുള്ള എല്ലാ സൂറകളും, എല്ലാ വചനങ്ങളും, എല്ലാ നിയമങ്ങളും എല്ലാവർക്കും ഉള്ളതാണ്. ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നിടത്ത് നിങ്ങൾ വീഴ്ച വരുത്തി എന്ന് അഹ്ലു കിതാബുകാരെ ആക്ഷേപിക്കുമ്പോൾ ആ തർക്കടിലെ ഓല കുറ്റം പറയണം അള്ളാഹ് എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നതിന് പകരം നമ്മുടെ മുസ്ലിം സമുദായം ഈ വിഷയത്തിൽ എവിടെ നിൽക്കുന്നു എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. തജ്അലൂനഹു ഖറാത്തീസ, നിങ്ങളതിനെ കടലാസുകളാക്കി, അല്ലെങ്കിൽ ഓലകളാക്കി, ഏടുകളാക്കി. തുബ്ദൂനഹ, നിങ്ങൾ വെളിപ്പെടുത്തുന്നു അതിനെ. വതുഖ്ഫൂന കസീറ, അതിലധിക ഭാഗവും നിങ്ങൾ മറച്ചു വെക്കുന്നു, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല.
വഉല്ലിംതും നിങ്ങൾ പഠിപ്പിക്കപ്പെടുകയും ചെയ്തു മാലം തഅലമു അൻതും വലാ ആബാഉക്കും നിങ്ങൾക്കും നിങ്ങളുടെ പൂർവ്വപിതാക്കൾക്കും അറിയാത്ത കാര്യം നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പരലോകത്തെ സംബന്ധിച്ച്, വിചാരണയെ സംബന്ധിച്ച്, രക്ഷാശിക്ഷകളെ സംബന്ധിച്ച്, ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള അള്ളാഹുവിനെ സംബന്ധിച്ച്, പ്രവാചക ദൗത്യങ്ങളെ സംബന്ധിച്ച് അതൊന്നും നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കതും വേദക്കാരെന്നുള്ള നിലയിൽ വേദത്തിലൂടെ ലഭിക്കേണ്ട മരണം, ജീവിതം എന്ന് പറയും ദുനിയാവ് മാത്രമല്ല, അതിനുശേഷമുള്ള ജീവിതത്തെ സംബന്ധിച്ച് അത് ഗവേഷണം നടത്തിയാൽ കിട്ടണതല്ല. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ പൂർവികരും പഠിപ്പിക്കപ്പെട്ടു. എന്നിട്ടും നിങ്ങൾ വേദത്തെ മറച്ചു വെച്ചുകൊണ്ട് അല്ലാഹു തആല യാതൊന്നും അവതരിപ്പിക്കുകയില്ല എന്നാണ് ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കുൽ നബി അങ്ങ് പറയണം, അല്ലാഹു ആണെന്ന് പറയണം. എന്ത്? മൻ അൻസലൽ കിതാബ് അല്ലദി ജാഅ ബിഹി മൂസ കൊണ്ടുവന്ന വേദം ആരാണ് ഇറക്കിയത്? അതിനുള്ള മറുപടിയാണ് അല്ലാഹു. അതേപോലെ അറബികളുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിനും അല്ലാഹു എന്നാണ് മറുപടി. അല്ലാഹു വേദം അവതരിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു പ്രവാചകനെ നിയോഗിച്ചിട്ടുണ്ട്, അല്ലാഹു അദ്ദേഹത്തിന് ദിവ്യബോധനം നൽകിയിട്ടുണ്ട് എന്നായിരിക്കണം മറുപടി. പിന്നെ വെർഹും പറഞ്ഞതിന് ശേഷം, അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അവർ സ്വീകരിക്കുക ഇല്ല എന്നുള്ളത് പോട്ടെ, താങ്കൾ വെർഹും ഫി ഖൗലിഹിം അവരുടെ വിദണ്ഡ വർത്തമാനത്തിൽ, അവരുടെ വെറും വർത്തമാനത്തിൽ, അവരുടെ അർത്ഥശൂന്യമായ നിലപാടുകളിൽ, അവരുടെ സൂക്ഷ്മതയില്ലാത്ത വർത്തമാനങ്ങളിൽ അവരെ വിട്ടേക്ക്. യൽഅബൂൻ അവർ അതിലങ്ങനെ കളിച്ചു ചിരിക്കട്ടെ. ദർഹും വദറ യദറു ഉപേക്ഷിക്കുക, വിടുക. ദർഹും പിന്നെ താങ്കൾ അവരെ വിട്. ഫി ഖൗലിഹിം യൽഅബൂൻ അവരുടെ വെറും വർത്തമാനങ്ങളിൽ അവർ കളിച്ചു കൊള്ളട്ടെ. ഒന്നുകൂടെ വേഗം അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം അവർ മനസ്സിലാക്കിയില്ല. ഇത് ഖാലു അവർ പറഞ്ഞ സന്ദർഭം. മാ അൻസലല്ലാഹു അല്ലാഹു ഇറക്കിയിട്ടില്ല അലാ ബശരിൻ മിൻ ഷൈ ഒരു മനുഷ്യനും യാതൊന്നും. ഖുൽ നബിയെ അങ്ങ് പറഞ്ഞു ചോദിക്കുക, മൻ അൻസലൽ കിതാബ് അല്ലദി ജാഅ ബിഹി മൂസ പ്രവാചകൻ കൊണ്ടുവന്ന വേദം പിന്നെ ആരാണ് ഇറക്കിയത്? നൂറം വഹുദൽ ലിന്നാസ് അത് ജനങ്ങൾക്ക് വെളിച്ചവും സന്മാർഗവുമാണല്ലോ. തജ്അലൂനഹു ഖറാത്തീസ നിങ്ങൾ അതിനെ ഏടുകളാക്കി, തുബ്ദൂനഹ നിങ്ങൾ വെളിപ്പെടുത്തുന്നു ചിലതൊക്കെ, വതുഖ്ഫൂന കസീറ അതിലധിക ഭാഗവും നിങ്ങൾ മറച്ചു വെച്ചു. വഉല്ലിംതും മാലം തഅലമു അൻതും വലാ ആബാഉക്കും നിങ്ങൾക്കോ നിങ്ങളുടെ പൂർവികരായ പിതാക്കൾക്കോ അറിയാതിരുന്നതൊക്കെ നിങ്ങൾ പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഖുൽ അല്ലാഹ് കൂട്ടി പറയുമ്പോൾ ഖുലില്ലാഹ് അല്ലാഹുവാണെന്ന് പറയുക. പിന്നെ ദർഹും അവരെ വിട്. ഫി ഖൗലിഹിം യൽഅബൂൻ അവരുടെ വിദണ്ഡവാദങ്ങളിൽ അവർ കളിച്ചു കൊള്ളട്ടെ, അല്ലെങ്കിൽ കളിക്കുന്നവരായിട്ട് അവരെ വിട്ടേക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വേദം ഉൾക്കൊള്ളാൻ നമ്മെ എല്ലാവരെയും ഗുണക്കുമാറാവട്ടെ. വേദാധ്യാപനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി നേടിക്കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അഹ്ലുകാരായി ജീവിക്കാൻ നാഥ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.